സ്ത്രീയുടെയും പുരുഷന്റെയും നക്ഷത്രമറിഞ്ഞാൽ വിവാഹത്തിന് എത്ര വിവാഹപ്പൊരുത്തം ഉണ്ടെന്ന് സ്വയം കണ്ടെത്തുവാൻ ഓരോരുത്തർക്കും കഴിയുന്നതാണ്. ഇവിടെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്ക് പുരുഷന്റെ ഓരോ നക്ഷത്രവുമായി എത്ര വിവാഹപ്പൊരുത്തം കണക്കാക്കാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമേ പറയട്ടെ, ഇത് സ്ത്രീ പുരുഷ നാളുകൾ തമ്മിലുള്ള പൊരുത്തസംഖ്യ മാത്രമാണ്. എന്നാൽ വിവാഹത്തിന് ഇത് പൂർണ്ണമായും യോജിച്ചുകൊള്ളണമെന്നില്ല. കാരണം ഏകനക്ഷത്രദോഷം, രഞ്ജുദോഷം, വേദദോഷം, ഗണപ്പൊരുത്തം എന്നിങ്ങനെ പലതും കണക്കാക്കി മാത്രമേ വിവാഹത്തിന് ചേർച്ച കണക്കാക്കാവൂ. എങ്കിലും ഇത് ഒരു അടിസ്ഥാന വിവരം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീക്ക് അശ്വതി നക്ഷത്രത്തിലുള്ള പുരുഷനുമായി 6 പൊരുത്തമാണ് ഉള്ളത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രത്തിലുള്ള പുരുഷനുമായി 5.5 പൊരുത്തമുണ്ട്. കാർത്തിക ആദ്യ പാദത്തിലുള്ളവരുമായി 4 പൊരുത്തമാണ് ഉള്ളത്. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീക്ക് കാർത്തിക 2, 3 പാദക്കാരുമായി 3 പൊരുത്തവും, രോഹിണി നക്ഷത്രത്തിലെ പുരുഷനുമായി 5.5 പൊരുത്തവും, മകേരം നക്ഷത്രത്തിലെ പുരുഷനുമായി 4 പൊരുത്തവും ആണ് കാണുന്നത്. തിരുവാതിര നക്ഷത്രത്തിലെ പുരുഷനുമായി 4.5 പൊരുത്തവും, പുണർദം നക്ഷത്രത്തിലെ പുരുഷനുമായി അശ്വതി നക്ഷത്രക്കാർക്ക്, അതായത് പുണർദം 1, 2, 3 പാദത്തിലുള്ളവരുമായി 5 പൊരുത്തവും, പുണർദം 4-ാം പാദത്തിൽ 4 പൊരുത്തവും, പൂയത്തിൽ 4 പൊരുത്തവും, ആയില്യത്തിൽ 3 പൊരുത്തവുമാണ് അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീയുമായിട്ട് ഉള്ളത്. മകം 5 പൊരുത്തം, പൂരം 4.5 പൊരുത്തം, ഉത്രം 3.5 പൊരുത്തം എന്നിങ്ങനെയാണ് കാണുന്നത്. അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് അത്തം നക്ഷത്രത്തിലെ പുരുഷനുമായി 6 പൊരുത്തം, ചിത്തിര 1, 2 പാദത്തിന് 3, ചിത്തിര 3, 4 പാദത്തിന് 4 എന്നീ രീതിയിലാണ് പൊരുത്തം ഉള്ളത്. ചോതി നക്ഷത്രത്തിൽ 6 പൊരുത്തം, വിശാഖ 1, 2, 3 പാദത്തിന് 6 പൊരുത്തം, വിശാഖം 4-ാം പാദത്തിലുള്ളവരുമായി 7 പൊരുത്തം എന്നിങ്ങനെയാണ് ഉള്ളത്. അനിഴം 8 പൊരുത്തം, തൃക്കേട്ട 6 പൊരുത്തം, മൂലം 6 പൊരുത്തം, പൂരാടം 5.5 പൊരുത്തം, ഉത്രാടം 4.5 പൊരുത്തം, തിരുവോണം 7 പൊരുത്തം എന്നിങ്ങനെയാണ് ഉള്ളത്. അവിട്ടം 4 പൊരുത്തം, ചതയം 5 പൊരുത്തം, പൂരുരുട്ടാതി 5.5 പൊരുത്തം, ഉത്രട്ടാതി 5.5 പൊരുത്തം, രേവതി 6 പൊരുത്തം എന്നിങ്ങനെയാണ് കാണുന്നത്. ഇത് 27 നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരുമായി അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയുടെ ജാതക പൊരുത്തം മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. എങ്കിലും മറ്റ് പല കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പരസ്പരം പൊരുത്തം കണക്കാക്കേണ്ടതുള്ളൂ.